പാരാമെഡിക്കൽ കോഴ്സുകളുടെ യഥാർത്ഥ എക്സ്പേർട്ട്. സാലിയൻസ്, എ സെന്റർ ഫോർ പാരാമെഡിക്കൽ ആൻഡ് ഹയർ സ്റ്റഡീസ്. SRK ബിൽഡിംഗ്, പൈതോത്ത് റോഡ്, പേരാമ്പ്ര. 9846960960 9645442275. ബിനാമിയാണ് ലോൺ. ഇത് അയാളുടെ ഭാര്യയുടേതാണെങ്കിലും അയാൾ വഞ്ചിക്കപ്പെട്ടതാണ്. ഒരു ബിനാമി ലോൺ തിരിമറി നടത്തുന്നതിന് വേണ്ടി സഹായിച്ചതാണ്. വസ്തുത ഏതാണ്? പ്രകാശ് നേരിട്ട് പറഞ്ഞു. ഉപാധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധിയും വെച്ചു. ഈ പ്രകാശൻ്റെ ലൈസൻസിൻ്റെ കോപ്പി. പേരാമ്പ്ര ബിസിനസ് നടത്തുന്ന ആളാണ്. ലൈസൻസ് മൈക്ക്. ഈ ഇലക്ഷൻ എത്ര രൂപേൻ്റെ കളക്ഷൻ നടത്തി എന്ന് നമുക്കറിയാമല്ലോ. അതിൻ്റെ ലൈസൻസിൻ്റെ കോപ്പി, ജാമ്യം നിന്ന ആളുടെ ആധാരത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റും നികുതി രസീതും, പിന്നെ കുറച്ച് തുകയും അതോടൊപ്പം എന്ന വ്യവസ്ഥയാണ് വെച്ചത്. ഇങ്ങനെ പിടിച്ചു വെക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ബോണ്ടിൻ്റെ കോപ്പി നിങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ചോട്ടിലാണ് ഒരാൾ ഒപ്പിടുക. ആരും, പ്രകാശം മാത്രമല്ല, നിങ്ങളെ കയ്യിലുണ്ട്. ഇതേ ചെയ്തുള്ളൂ. നിയമ അനുസൃതമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഇത് പത്രക്കാരെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ്. എന്താ പിറ്റേന്ന് എന്നെ വിളിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അവരോട് ഒരു പ്രതികാരമൊന്നുമില്ല. പിന്നെ ഇന്നലെ ഞായറാഴ്ച എൻ്റെ പിറ്റേന്ന് ശനിയാഴ്ചയാണ്. ഇതാണ് ഈ വ്യവസ്ഥ അനുസരിച്ച് അയാൾ എന്ത് ചെയ്തിരിക്കും? സാധനം വാങ്ങുകയും ചെയ്തിരിക്കും ബാങ്കിൽ നിന്ന്. ഈ വ്യവസ്ഥ അംഗീകരിക്കുക മാർഗമുള്ളൂ എന്ന് ആരോ ബോധ്യപ്പെടുത്തി. ആ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സാധനം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രകാശനോട് ചോദിക്കാവുന്നതാണ്. ഇത്രയുള്ള വിഷയം, നിസ്സാരമായ പ്രശ്നം. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ കുടിശ്ശിക പിരിച്ചെടുക്കൽ മുഖ്യമായ ലക്ഷ്യമാണ്. അപ്പോൾ ആ പിരിച്ചെടുക്കൽ വലിയ തോതിലൊന്നും കുറയ്ക്കാൻ വേണ്ടി കഴിയില്ല. എന്നാലും പ്രതിവർഷം 2-3% കുറയ്ക്കുന്നതിന് വേണ്ടി കഴിയുന്നു. മൊത്തം വലിയ സംഖ്യയാണല്ലോ ഉണ്ടാകുന്നത്. ഇക്കൊല്ലം ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് ഏകദേശം 14% അല്ലേ? 13.4% കുറഞ്ഞിരിക്കുന്നു. 17% ഞങ്ങൾ കഴിഞ്ഞ വർഷം ജൂൺ 18 വന്നത്. അപ്പോൾ ഒരു വർഷത്തിനിടയിൽ അപ്പോൾ കർശനമായ നിലപാടിങ്ങനെ പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ എടുക്കുകയാണ്. എടുക്കലേ നിർവാഹമുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയുള്ള വിഷയം. മറ്റു വേറെ ഒന്നുമില്ല. ഇതിൽ പറഞ്ഞ കാര്യം മാത്രം, മറ്റു വേറെ പ്രശ്നമൊന്നുമില്ല. ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഇപ്പം ബഹുജനങ്ങളെ സഹായിക്കാൻ താഴെ നീതി ലാബ്, മറ്റൊന്ന് 2 നീതി മെഡിക്കൽ സ്റ്റോർ ഒന്നുകൂടെയുണ്ട്. ഒന്ന് നമ്മളെ പൈതോത്ത് റോഡിലുണ്ട്. പൈതോത്ത് റോഡിൽ ഉയരത്തിലായിപ്പോയി എന്നുള്ള ഒരു ആക്ഷേപം പലരും പറഞ്ഞിട്ടുണ്ട്. എന്ത്, പഞ്ചായത്തിൻ്റെ കെട്ടിടമാണ്, അത് സ്റ്റെപ്പ് കയറി 5-6 സ്റ്റെപ്പ് കയറിയിട്ട് അവിടെയാണ് ആ സ്ഥാപനം നിലനിൽക്കുന്നത്, ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെട്ടിടം മാറ്റൽ ഇപ്പോൾ അത്ര എളുപ്പമല്ലല്ലോ. സൗകര്യം കിട്ടിയാൽ എന്ത് ചെയ്യും? മാറ്റും. ബുദ്ധിമുട്ട് നമുക്കില്ല, പഞ്ചായത്തിനില്ല. അപ്പോൾ ഇത് കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് കിട്ടുന്നതുകൊണ്ടാണ് ആളുകൾ ഇവിടെ വരുന്നത്. അതുപോലെ ലാബ് സൗകര്യത്തിന് ശേഷം കൂത്താളി ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ഒരു ലാബ്, പ്രണവിൻ്റെ, എൻ്റെ അയൽവാസിയാണ്, ഡോക്ടറാണ് അയാൾ. ഇപ്പോൾ MDക്ക് പഠിക്കുന്നു. സൂപ്പറാണ് ആരംഭിച്ചത്. ഒന്നിപ്പോൾ കൈതയ്ക്കൽ ആരംഭിച്ചു, മറ്റൊന്ന് മുളിയങ്ങൽ. ഞാൻ കണ്ടിട്ടില്ല മുളിയങ്ങളുള്ളത്, ആരംഭിച്ചിട്ടുണ്ടെന്നുള്ള വിവരമുണ്ട്. ഇവിടെ അലങ്കാർ ഭാസ്കരൻ തന്നെ ആരംഭിച്ചു. പക്ഷെ ഇതുണ്ടെങ്കിലും ശരി, ഇവിടുത്തെ പിന്നെ വരുന്ന ആളുകളുടെ എണ്ണം, അതാണല്ലോ നമ്മൾ നോക്കുക. അതിലൊന്നും കുറവ് വരിക ഒന്നും ചെയ്തിട്ടില്ല.
മറ്റ് ഇതിൻ്റെ വരുമാനം നോക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ആളുകൾക്ക് അതുപോലെ പല സഹായങ്ങളും ഓരോ ഘട്ടത്തിലും ഇപ്പോൾ ഇവിടെ പുസ്തകം അതുപോലെ സ്കൂൾ സ്റ്റോറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത് നടത്തുന്നുണ്ട്. അപ്പം ടൗണിലെ ചില കച്ചവടക്കാർ ഇതിനെതിരാണ്, അറിയാം. അത് കച്ചവടക്കാർ ഭൂരിഭാഗവും ഇടതുപക്ഷക്കാരാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാലും എന്തു ചെയ്യും, ഈ ആളുകൾക്ക് സഹായം കിട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പം ഈ വർഷവും ആദ്യഘട്ടത്തിൽ തന്നെ നല്ല ബിസിനസ് ഉണ്ടായി. ഇനിയിപ്പോൾ കോളേജൊക്കെ തുറക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ചുകൂടി ബിസിനസ് ഉണ്ടാവും. അപ്പോൾ ഈ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഇത് പോകുന്നത്. കഴിഞ്ഞ വർഷം ഓണച്ചന്തയ്ക്ക് വില നിയന്ത്രിച്ചത് ഈ ഇവിടെ ഉണ്ടായിരുന്ന ഓണച്ചന്തയാണല്ലോ പേരാമ്പ്ര പട്ടണത്തിലെ. പച്ചക്കറി കച്ചവടക്കാർ പലരും നമ്മുടെ സുഹൃത്തുക്കളാണ്, ഒരു പറയലുണ്ടല്ലോ. അവസാന ദിവസം ഓണത്തിൻ്റെ തലേന്ന് 2 കിലോ തക്കാളിക്ക് 30 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ വേറെ മറ്റു പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒന്നുമില്ല. സഹകരണ സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിൽ വേറെ മത്സരത്തിനൊന്നുമില്ല. ഇപ്പോൾ തൊട്ടടുത്തൊരു താലൂക്ക് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നൊരു സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഗോഡൗണിലാണ് കേരള സർക്കാരിൻ്റെ മെഡിക്കൽ സർവീസ് ഗോഡൗൺ പ്രവർത്തിക്കുന്നത്. എന്നാൽ പിന്നെ LDF ഗവൺമെൻറ് അങ്ങ് ആലോചിച്ചാൽ പോരെ. അത് വേണ്ട, വേറൊരു സ്ഥലമായിക്കോട്ടെ. കോഴിക്കോട്ട് പട്ടണത്തിലുള്ള വാടക കൊടുക്കാത്ത സ്ഥലങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ ഇത് തുടരുകയാണ്, അതിനൊന്നും ആക്ഷേപമൊന്നും ആർക്കുമില്ല. അപ്പോൾ ഒരു സഹകരണ സ്ഥാപനങ്ങൾ എന്നുള്ള എനിക്ക് വേറെ മത്സരങ്ങളില്ല. വേറെ ഇപ്പം UDF നേതൃത്വത്തിലുള്ള പല സഹകരണ സ്ഥാപനങ്ങളിലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ചിലർക്കറിയാം. പക്ഷെ അതങ്ങ് ആക്ഷേപിച്ച് അങ്ങ് തകർക്കുകയല്ലല്ലോ. ഒരു രക്ഷപ്പെടാനുള്ള വഴി തേടിക്കോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെന്നുള്ള ആക്ഷേപം പറഞ്ഞു കേൾക്കുന്നതല്ലാതെ നമ്മൾ അന്വേഷിക്കുന്നില്ല. ഇതേ പറയാനുള്ളൂ, മറ്റൊന്നുമില്ല. ഇത്